മലയാളം ബിഗ് ബോസ് സീസൺ 7ലേക്ക് അഖിൽ മാരാർ എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് വന്ന ഉടനെ തന്നെ അഖിൽ മാരാറിന് ഒരു ടാസ്ക്കാണ് ഏൽപ്പിക്കുന്നത്. നൂതിലെ ചെരുപ്പ് ഫാക്ടറി. ഇന്ന് ഈ ബിഗ് ബോസ് വീട് ഒരു ചെരുപ്പ് ഫാക്ടറിയായി ഉദയം കൊള്ളുകയാണ്. നൂതിലെ ചെരുപ്പ് കമ്പനി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാവരും പറഞ്ഞ അളവിൽ തന്നെ ചെരുപ്പുകൾ നിർമ്മിക്കുക എന്നതാണ് ടാസ്ക്. ഈ ചെരുപ്പ് കമ്പനിയുടെ ഉടമ എന്ന് പറയുന്നത് നൂറയാണ്. നൂറയുടെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ജിഷനാണ്. നൂറയുടെ കയ്യിൽ ഗോൾഡ് കോയിനും ബ്ലാക്ക് കോയിനും ഉണ്ടാകും. പണ്ട് മുതലേ കോയിൻ സൂക്ഷിക്കാൻ ആവശ്യമായ കഴിവ് നൂറയ്ക്കുള്ളത് കൊണ്ടാണ് നൂറയെ ഈ ഫാക്ടറിയുടെ ഉടമയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജോലികളുടെ പ്രവർത്തനത്തിനനുസരിച്ചായിരിക്കും നൂറ ഈ കോയിൻസുകൾ ഓരോ തൊഴിലാളികൾക്കും നൽകുന്നത്. നൂറയ്ക്ക് ഇഷ്ടമുള്ള കോയിൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും. ഒട്ടും ജോലി എടുക്കാത്തവർക്ക് കറുത്ത കോയിൻ നൽകാം. ആ കറുത്ത കോയിൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആൾ അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരും. പിന്നെ നൂറയെ കാണുമ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്യണം. എപ്പോഴും യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ അക്ബറാണ് തൊഴിലാളി യൂണിയൻ്റെ ലീഡറായിട്ട് വരുന്നത്. അക്ബറാണ് രണ്ട് മിഷനാണ് ചെരുപ്പ് നിർമ്മിക്കാനായിട്ട് കൊടുക്കുന്നത്. അക്ബറാണ് തീരുമാനിക്കണം ആരൊക്കെ ഏതൊക്കെ മിഷൻ എപ്പോഴൊക്കെ എടുക്കണമെന്ന് അക്ബറിന് തീരുമാനിക്കാം. ഇതിൽ ജിഷൻ എന്ന് പറയുന്നത് ജിഷനാണ് ക്വാളിറ്റി ചെക്കറും അതേപോലെ തന്നെ ഏതൊക്കെ തൊഴിലാളികൾ എത്ര ചെരുപ്പ് നിർമ്മിച്ചു എന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ആൾ ജിഷനാണ്. തൊഴിലാളികൾ എന്ന് പറയുന്നത് ഷാനവാസ്, ആദില, ലക്ഷ്മി, ബിന്നി, അഭിലാഷ് എന്നിവരാണ്.